കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻ്റ് യൂറിൻ്റെ റിസൾട്ടുമായിട്ട് എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ നോക്കുമ്പം യൂറിനിലെ മൈക്രോ ആൽബുമിൻ്റെ ലെവല് 380 mg/L. നോർമലായിട്ട് വേണ്ടത് 25 mg/L താഴെയാണ് വേണ്ടത്. അപ്പോൾ ഇത് വളരെ എലിവേറ്റഡ് ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്? യൂറിനിലൂടെ മൈക്രോ ആൽബുമിൻ ലീക്കായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. അത് നോർമലായിട്ട് സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മൈക്രോ ആൽബുമിൻ യൂറിനിൽ ഇങ്ങനെ ഇൻക്രീസ് ആയത്? അത് പ്രധാനമായിട്ടും സംഭവിക്കുന്നത് കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നിയുടെ ഫിൽറ്റേഴ്സ് ആയിട്ടുള്ള ഗ്ലോമറുലൈ അത് ഡാമേജ് ആയിട്ട് അത് ലീക്കാവുന്നതുകൊണ്ടാണ്. അതിനുണ്ടാകുന്ന മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന് ഡയബറ്റീസാണ്. മോസ്റ്റ് കോമൺ ആയിട്ട് കാണുന്നത് ഡയബറ്റീസാണ്. നമ്മളെ രക്തത്തിൽ ബ്ലഡ് ഷുഗറിൻ്റെ അളവ് കൂടി നിൽക്കുമ്പം ഇത് കിഡ്നിയിലെ രക്തക്കുഴലുകളെ ഡാമേജ് ഉണ്ടാക്കും. ഒരു ചെറിയ ഒരു മൈൽഡായിട്ടോ അല്ലെ ഏർലി ആയിട്ടുള്ള ഡയബറ്റിക് നെഫ്രോപ്പതി, ഈ ഒരു ഡാമേജ് കിഡ്നിയിൽ ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് നെഫ്രോപ്പതി എന്ന് പറഞ്ഞാൽ. അതുപോലും ഈ മൈക്രോ ആൽബുമിൻ്റെ അളവ് കൂട്ടും എന്നുള്ളതാണ്. പിന്നെ ബ്ലഡ് പ്രഷർ, നമ്മൾ ബ്ലഡ് പ്രഷർ തീരെ കൺട്രോൾഡ് ആവുന്നില്ലെങ്കിൽ, അൺകൺട്രോൾഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അത് എന്ത് ചെയ്യും? കിഡ്നി ഫിൽറ്ററിനെ ഡാമേജ് ഉണ്ടാക്കും. അത് പ്രോട്ടീൻ ലീക്കാവാൻ. പിന്നെ ഈ മൈക്രോ ആൽബുമിൻ കൂടുന്നത് എന്തൊക്കെ അസുഖത്തിലാണ്? കിഡ്നി നീർവീക്കം കൊണ്ട്, പ്രത്യേകിച്ച് ഗ്ലോമറുലോനെഫ്രൈറ്റിസ്, ഹൈപ്പർടെൻസീവ് കിഡ്നി ചേഞ്ചസ് നേരത്തെ പറഞ്ഞ, പിന്നെ ലോങ് സ്റ്റാൻഡിങ് കിഡ്നി സ്ട്രെയിൻ, കിഡ്നിക്ക് വളരെ സ്ട്രെയിൻ ഉണ്ടാക്കുന്ന കുറേ ദീർഘകാലാടിസ്ഥാനത്തിലേക്ക് ഉണ്ടാകുന്ന കാരണങ്ങൾ കൊണ്ടൊക്കെ എന്താക്കാം? ഈ മൈക്രോ ആൽബുമിൻ്റെ അളവ് കൂടിയെന്ന് വരാം. പല ജീവിതശൈലി കൊണ്ടും ഈ മൈക്രോ ആൽബുമിൻ കൂടാം. ഒന്ന്, ധാരാളം ഉപ്പടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക. പിന്നെ ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ നിർജ്ജലീകരണം. പിന്നെ ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് വളരെ ഇൻറ്റൻസിറ്റി കൂടിയിട്ടുള്ള വ്യായാമമൊക്കെ ചെയ്തു വരികയാണെങ്കിൽ, പിന്നെ പനിയും ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകുന്ന ഈ മൈക്രോ ആൽബുമിന് ഇങ്ങനെ എലിവേറ്റ് നിൽക്കുന്നത് ഡേഞ്ചറസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു 300 mg/L ഞാൻ പറഞ്ഞുകൊടുത്ത എനിക്കാണെങ്കിൽ ഇത് മാക്രോ ആൽബുമിനൂറിയ എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാക്കും. കിഡ്നി ഡാമേജ് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണെന്നുള്ള സൂചനയാണ് നൽകുന്നത്. ഇത് ഏർലി സ്റ്റേജിൽ ഇത് റിവേഴ്സിബിളാണ്, ഇത് കൺട്രോളബിളാണ്. അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്? അവർ ഈ ടെസ്റ്റ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണം. ഒരാഴ്ച കഴിഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്യാം. യൂറിൻ ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ ഒന്ന് നോക്കണം. അതാണ് മോർ ആക്യുറേറ്റ് ആണ്. യൂറിൻ ആൽബുമിൻ ബാർ ക്രിയാറ്റിൻ റേഷ്യോ. പിന്നെ നമ്മൾ അവർക്ക് ഈ ടെസ്റ്റുകളൊക്കെ ചെയ്തതിനാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ടത് ബ്ലഡ് ഷുഗറിൻ്റെ അളവ്, HbA1c ഷുഗർ 3 മാസത്തെ അളവ്, ബ്ലഡ് പ്രഷർ, സീറം ക്രിയാറ്റിൻ, EGFR, യൂറിൻ റുട്ടീന്, ഇതൊക്കെ നോക്കേണ്ടത്. എങ്ങനെയാണിത് ചികിത്സിക്കുന്നത്? തീർച്ചയായിട്ടും ഇതിൻ്റെ ചികിത്സ എന്ന് പറഞ്ഞാൽ ഇത് കൂടാൻ കാരണമായിട്ടുള്ള കാരണത്തെയാണ് ചികിത്സിക്കേണ്ടത്. ഡയബറ്റീസ് ആണെങ്കിൽ ആ ഡയബറ്റീസിൽ HbA1cയുടെ ലെവൽ 7 താഴോട്ട് കൊണ്ടുവരിക. ബ്ലഡ് ഷുഗർ 130/80 താഴോട്ട് ബ്ലഡ് പ്രഷർ കൊണ്ടുവരിക. BP ഹൈയും ആൽബുമിൻ ഹൈ ആണെങ്കിൽ ACE ഇൻഹിബിറ്റേഴ്സ് പോലത്തെ മരുന്നുകൾ കൊടുക്കും. ARB ലൊസറ്റാൻ പോലത്തെ മരുന്നുകൾ ഉപയോഗിക്കും. പിന്നെ സാൾട്ടിൻ്റെ ഉപയോഗം, ഉപ്പിൻ്റെ ഉപയോഗം കുറയ്ക്കുക. റെഡ് മീറ്റ് കുറയ്ക്കുക. അച്ചാർ, അങ്ങനത്തെ ഫ്രൈഡ് സാധനങ്ങളൊക്കെ കഴിക്കുന്നത് ഒഴിവാക്കുക. പിന്നെ വെള്ളം ധാരാളം കുടിക്കുക. പിന്നെ പെയിൻ കില്ലേഴ്സ്, ഡൈക്ലോഫിനാക്ക്, ബ്രൂഫൻ പോലത്തെ ഗുളികളൊക്കെ ഒഴിവാക്കുക. ഈ ഇൻഫർമേഷൻ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത് പേടിപ്പിക്കാൻ വേണ്ടിയല്ല കേട്ടോ, ആക്ഷൻ എടുക്കാൻ വേണ്ടിയാണ്. ഓക്കെ, ബൈ.